പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം എടുക്കാം. ഒന്നാമത്തെ പാഠം നമ്മൾ എടുത്തു കഴിഞ്ഞു അല്ലേ? ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ലബിയെ അവസാനം ഗോൾ അടിച്ച് വിജയിപ്പിച്ചു അല്ലേ? ഫുട്ബോൾ മത്സരം നടക്കുകയാണ്, അതിൽ ലബിയെ ഗോൾ അടിച്ചു, അങ്ങനെ ലബീൻ്റെ ടീം ജയിച്ചു. അതാണ് നമ്മൾ അവസാനം പറഞ്ഞതല്ലേ? അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞു, സ്കൂളിലെ കളിയൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം സ്കൂൾ തുറന്നു. സ്കൂൾ തുറന്നപ്പോൾ ഹെഡ് മാസ്റ്റർ അസംബ്ലി വിളിച്ചു. സ്കൂളിൽ അസംബ്ലി വിളിക്കാറില്ലേ? അങ്ങനെ സ്പോർട്സ് കഴിഞ്ഞ് അസംബ്ലി വിളിച്ചു. അസംബ്ലി വിളിച്ചിട്ട് ഹെഡ് മാസ്റ്റർ ആരാണ്? കരടി സാറാണ് അല്ലേ? ഹെഡ് മാസ്റ്റർ കുട്ടികളെയൊക്കെ മുമ്പിൽ നിർത്തി സംസാരിക്കുകയാണ്. ഹെഡ് മാസ്റ്റർ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഈ പാഠത്തിന്റെ പേര് അൽ-ലബിയു ഇസ്സത്തുന എന്നാണ്. മാൻ നമ്മുടെ അഭിമാനമാണ്. മാനില്ലേ, ലബിയില്ലേ, ലബി നമ്മുടെ അഭിമാനമാണ്. എന്തുകൊണ്ടാണ് ലബി അഭിമാനമായത്? ലബിയാണ് ഫുട്ബോൾ മത്സരം വിജയിപ്പിച്ചത് അല്ലേ? അതേപോലെ തന്നെ ഓട്ട മത്സരത്തിലും ഒന്നാം സ്ഥാനം കിട്ടിയതാർക്കാണ്? ലബീനാണ്. അപ്പോൾ ഹെഡ് മാസ്റ്റർ പറയുകയാണ് അൽ ലബിയു ഇസ്സത്തുന, ലബി നമ്മുടെ അഭിമാനമാണ് എന്ന്. അങ്ങനെ ഹെഡ് മാസ്റ്റർ കുട്ടികളോട് പ്രസംഗിക്കുകയാണ് അസംബ്ലിയിൽ. സബാഹുൽ ഖൈർ എന്നാണ് ആദ്യം പറഞ്ഞത്. കുട്ടികളോട് എല്ലാവരോടുമായിട്ട് ഹെഡ് മാസ്റ്റർ പറഞ്ഞു സബാഹുൽ ഖൈർ, ഗുഡ് മോർണിംഗ് അല്ലേ? ഗുഡ് മോർണിംഗ് പറഞ്ഞു. പിന്നെ പറയുകയാണ് അഹ്ബാബി, പ്രിയപ്പെട്ട കുട്ടികളെ, അല്യോം യോമുൽ ഫറഹ്, ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്. അല്യോം എന്ന് പറഞ്ഞാൽ ഇന്ന്. അല്യോം ഇന്ന്, യോമുൽ ഫറഹ് സന്തോഷത്തിന്റെ ദിവസമാണ്. എന്തുകൊണ്ടാ സന്തോഷത്തിന്റെ ദിവസം? നമ്മുടെ സ്പോർട്സ് ഒക്കെ കഴിഞ്ഞു, നമുക്ക് ലബി നല്ല കളിക്കാരനാണ്, നല്ല ഓട്ടക്കാരനാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായി അല്ലേ? അതുകൊണ്ട് ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്. ഇന്ന് അതേപോലെ എല്ലാ കളികളിലും പങ്കെടുത്ത കുട്ടികൾക്കൊക്കെ ഇന്ന് സമ്മാനങ്ങളൊക്കെ നൽകും. അതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും സന്തോഷമാണ് അല്ലേ? ഇന്ന് സ്കൂൾ മുഴുവൻ സന്തോഷത്തിന്റെ ദിവസമാണ്. പിന്നെ ഹെഡ് മാസ്റ്റർ പറഞ്ഞു അൽ-ലബിയു ഇസ്സത്തുന, മാൻ നമ്മുടെ അഭിമാനമാണ്. കാരണം മാനാണ് ഏറ്റവും വലിയ ഓട്ടക്കാരനും ഏറ്റവും നല്ല ഫുട്ബോൾ കളിക്കാരനും മാനാണ്. അതുകൊണ്ട് ലബി നമ്മുടെ അഭിമാനമാണ് എന്ന് പറഞ്ഞു ഹെഡ് മാസ്റ്റർ. അങ്ങനെ പിന്നെയോ ഹെഡ് മാസ്റ്റർ വേറൊരാളെ കൂടെ അങ്ങോട്ടേക്ക് വിളിച്ചു. ആരെയാണ്? ഇതാണ് അയാള്. ആരാണിത്? സറാഫത്ത്. ഇതാരാണ്? സറാഫ, ജിറാഫ് അല്ലേ? ജിറാഫിന് അറബിയിൽ എന്താ പറയുക? സറാഫ എന്നാണ് പറയുക. എന്തിനാണ് ഹെഡ് മാസ്റ്റർ സറാഫത്തിനെ സ്കൂളിലേക്ക് കൊണ്ടുവന്നത്? അത് കുട്ടികൾക്കൊക്കെ സമ്മാനം കൊടുക്കാൻ വേണ്ടി. സ്പോർട്സ് മത്സരത്തിൽ സമ്മാനങ്ങൾ കിട്ടിയ കുട്ടികളുണ്ടല്ലേ, അവർക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടിയാണ് ആരെ വിളിച്ചത്? സറാഫത്തിനെ വിളിച്ചത്. അപ്പോൾ സറാഫത്താണ് സമ്മാനം കൊടുക്കുന്നയാള്. പല മത്സരങ്ങളും നടന്നിട്ടുണ്ട് അല്ലേ? ഓട്ട മത്സരം, ചാട്ട മത്സരം, പിന്നെ ഫുട്ബോൾ മത്സരം, അങ്ങനെ പലതും നടന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ മത്സരത്തിലും സമ്മാനം കിട്ടിയ കുട്ടികൾക്ക് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും ഒക്കെ കിട്ടും അല്ലേ? അവർക്കൊക്കെ സമ്മാനങ്ങൾ കൊടുക്കണം. അതിനു വേണ്ടിയാണ് ആരെ വിളിച്ചത്? സറാഫത്തിനെ വിളിച്ചത്. അപ്പോൾ സറാഫത്തിനോട് ഹെഡ് മാസ്റ്റർ പറയുകയാണ് അഹ്ലൻ യാ സറാഫ. എന്താ പറയുന്നത്? അഹ്ലൻ യാ സറാഫ, ജിറാഫെ സ്വാഗതം. അഹ്ലൻ എന്ന് പറഞ്ഞാൽ സ്വാഗതം, വെൽക്കം അല്ലേ? വരൂ. അങ്ങനെ ജിറാഫിന് സ്വാഗതം പറഞ്ഞു. നമ്മളൊരാള് നമ്മളുടെ അടുക്കലേക്ക്, നമ്മുടെ വീട്ടിലേക്കൊക്കെ വന്നാൽ നമുക്ക് എന്ത് പറയാം? അഹ്ലൻ എന്ന് പറയാം അല്ലേ? സ്വാഗതം എന്ന് പറയാം. അങ്ങനെ അഹ്ലൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് ജിറാഫിനെ വേദിയിലേക്ക് വിളിച്ചു. എന്നിട്ട് സറാഫത്ത് ഓരോരുത്തർക്കായിട്ട് സമ്മാനം കൊടുക്കുകയാണ്. സറാഫത്ത് ഇതാ ഇവിടെ സമ്മാനം കൊടുക്കുന്നു. എന്ത് പറഞ്ഞുകൊണ്ടാണ് സമ്മാനം കൊടുക്കുന്നത്? മുബാറക് എന്ന് പറഞ്ഞുകൊണ്ടാണ് സമ്മാനം കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ മുയലിനാണ്, അർണബിനാണ് സമ്മാനം കൊടുക്കുന്നത് അല്ലേ? അർണബിനോട് സമ്മാനം കൊടുക്കുമ്പോൾ സറാഫത്ത് പറയുകയാണ് മുബാറക് എന്ന് പറയുകയാണ്. എന്താണ് മുബാറക് എന്ന് പറഞ്ഞാൽ? അഭിനന്ദനങ്ങൾ, കൺഗ്രാറ്റുലേഷൻസ് അല്ലേ? സമ്മാനമൊക്കെ കിട്ടിയാൽ അഭിനന്ദനങ്ങൾ എന്ന് പറയും. ജയിക്കുകയൊക്കെ ചെയ്താൽ അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയും. അതിനാണ് അറബിയിൽ എന്ത് പറയുന്നത്? മുബാറക് എന്ന് പറയുന്നത്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ സമ്മാനങ്ങളൊക്കെ കിട്ടിയാൽ നിങ്ങൾ എന്ത് പറയണം? മുബാറക് എന്ന് പറയണം. അങ്ങനെ മുബാറക് എന്ന് പറഞ്ഞുകൊണ്ട് സറാഫത്ത് എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ കൊടുത്തു.
അങ്ങനെ ഇതാ പിന്നെയോ വലിയ സമ്മാനം ആർക്കാണ് കൊടുക്കുന്നത്? ഏറ്റവും വലിയ സമ്മാനം ഇതാർക്കാണ്? ഇത് നമ്മുടെ ലബീനാണ് അല്ലേ? ഇതാണ് ലബി. ഏറ്റവും വലിയ സമ്മാനം ലബീന് കൊടുത്തു. കാരണം ലബിയാണ് എല്ലാ മത്സരത്തിലും കൂടുതൽ പ്രൈസ് വാങ്ങിയത്. അങ്ങനെ ആ വലിയ ട്രോഫി സറാഫത്ത് ലബീന് കൊടുക്കുകയാണ്. ലബീന് ആ ട്രോഫി കൊടുക്കുമ്പോൾ സറാഫത്ത് ശുക്രൻ എന്ന് പറഞ്ഞു. എന്തിനാ ശുക്രൻ എന്ന് പറഞ്ഞത്? ശുക്രൻ മീൻസ് എന്താ? ശുക്രൻ പറഞ്ഞാല് താങ്ക്സ് അല്ലേ, നന്ദി. അതായത് ലബി മികച്ച മത്സരമാണ് കാഴ്ചവെച്ചത് അല്ലേ, നന്നായി ഓടി, നന്നായി ഫുട്ബോൾ കളിച്ചു. അതുകൊണ്ട് സറാഫത്ത് ലബീനോട് താങ്ക്സ് എന്ന് പറഞ്ഞു അല്ലേ, ശുക്രൻ എന്ന് പറഞ്ഞു. താങ്ക്സ് പറഞ്ഞാൽ നമ്മൾ വെൽക്കം എന്ന് പറയാറുണ്ട് ഇംഗ്ലീഷിൽ. അതേപോലെ അറബിയിൽ ശുക്രൻ എന്ന് പറഞ്ഞാൽ തിരിച്ച് മറുപടി എന്ത് പറയും? അഫ്വൻ. ലബി എന്താ മറുപടി പറഞ്ഞത്? അഫ്വൻ എന്ന് മറുപടി പറഞ്ഞു. സറാഫത്ത് ലബീനോട് ശുക്രൻ എന്ന് പറഞ്ഞു. അപ്പോൾ ലബി തിരിച്ച് അഫ്വൻ എന്ന് പറഞ്ഞു. നമ്മളോട് ആരെങ്കിലും ശുക്രൻ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? അഫ്വൻ എന്ന് തിരിച്ച് പറയണം. ഇംഗ്ലീഷിൽ താങ്ക് യു അല്ലെങ്കിൽ താങ്ക്സ് എന്ന് പറഞ്ഞാൽ വെൽക്കം എന്ന് മറുപടി പറയും അല്ലേ. അതേപോലെ അറബിയിൽ ശുക്രൻ, നന്ദി എന്ന് അറബിയിൽ പറഞ്ഞാൽ, ശുക്രൻ എന്ന് പറഞ്ഞാൽ തിരിച്ച് അഫ്വൻ എന്ന് പറയണം. അങ്ങനെ ലബി അഫ്വൻ എന്ന് പറഞ്ഞു. പിന്നെയോ സമ്മാനമൊക്കെ കൊടുത്തു കഴിഞ്ഞു. കുട്ടികളൊക്കെ സമ്മാനവുമായി ക്ലാസ്സുകളിലേക്ക് പോയി. അങ്ങനെ ഇവരുടെ ക്ലാസ്സിൽ ഓരോരുത്തരും തങ്ങൾക്ക് കിട്ടിയ സമ്മാനത്തിന്റെ പൊതി അഴിച്ചു നോക്കി. അപ്പോൾ ഓരോരുത്തർക്കും എന്തൊക്കെയാണ് കിട്ടിയത് എന്ന് നോക്കൂ. ഇതാ ഇവിടെ ഒരു കെർദുണ്ടല്ലേ, കുരങ്ങൻ. കെർദിന് എന്താ കിട്ടിയത്? ഒരു വാഴപ്പഴം, മൗസ്. അതേപോലെ നായക്ക് എന്ത് കിട്ടി? കൽബിന് കുറത്ത് ബോൾ കിട്ടില്ലേ. മുയലിനോ ജസർ, ക്യാരറ്റ് കിട്ടി. പിന്നെ കിത്തുന് എന്താ കിട്ടിയത്? കലമുൻ വ കിതാബുൻ, ബുക്കും പേനയുമാണ് കിട്ടിയത്. അത് ഇവർ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇതാ അർണബ് പറയുകയാണ്, ലീ ജസർ, എനിക്ക് ക്യാരറ്റ്. ലീ എന്ന് പറഞ്ഞാൽ എനിക്ക്. എനിക്കെന്താ കിട്ടിയത്? ജസർ. ജസറാണ് കിട്ടിയത്. ഇതാണ് ജസർ അല്ലെ, ക്യാരറ്റ്. ലീ ജസർ, എനിക്ക് ക്യാരറ്റ്. അപ്പോ കിത്തു പറയുകയാണ്, ലീ കിതാബും വ കലമുൻ, എനിക്ക് ബുക്കും പേനയും. ലീ, എനിക്ക് കിതാബും വ കലമുൻ, പുസ്തകവും പേനയുമാണ് സമ്മാനം കിട്ടിയത് എന്ന് ആര് പറഞ്ഞു? കിത്തു പറഞ്ഞു. അപ്പോ കൽബ് പറയുകയാണ്, ലീ കുറത്തുൻ ജമീല, എനിക്ക് ഭംഗിയുള്ളൊരു ബോള്. ലീ, എനിക്ക് കുറത്തുൻ ജമീലത്തുൻ, ഭംഗിയുള്ള ബോളാണ് കിട്ടിയത് എന്ന് ആര് പറഞ്ഞു? കൽബ് പറഞ്ഞു. അപ്പോൾ ഖിർദ് പറയുകയാണ്, കുരങ്ങൻ. ഖിർദ്, കുരങ്ങൻ എന്താ പറയാ? ഖിർദുൻ. ഖിർദ് എന്താ പറയുന്നത്? ലീ മൗസുൻ അസ്ഫർ, എനിക്ക് മഞ്ഞ പഴമാണ് കിട്ടിയത്. മൗസുൻ എന്ന് പറഞ്ഞാൽ ഇതാണ് വാഴപ്പഴം അല്ലെ. അസ്ഫർ എന്ന് പറഞ്ഞാലോ മഞ്ഞ. മഞ്ഞ നിറത്തിനാണ് അസ്ഫർ എന്ന് പറയുക. അപ്പോ ഖിർദ് പറയുകയാണ്, ലീ മൗസുൻ അസ്ഫർ, എനിക്ക് മഞ്ഞപ്പഴമാണ് കിട്ടിയത്. അങ്ങനെ അവരോരോരുത്തരും തങ്ങൾക്ക് കിട്ടിയ സമ്മാനപ്പൊതി അഴിച്ചു നോക്കി. ഇതാരാണ്? ഇതാണ് സറാഫത്ത് അല്ലെ, സറാഫത്തുൻ, ജിറാഫ്. ഒന്നാമത്തെ അക്ഷരം നോക്കൂ, ഇതാണ് സായ്. സായിന്റെ മേലെ ഫത്ഹ് ഉണ്ട് അല്ലേ. ഫത്ഹ് ഇട്ടാൽ സ എന്ന് വായിക്കണം. അങ്ങനെയാണ് സറാഫത്ത് എന്ന് എഴുതുക. ഓക്കെ, സറാഫത്ത്. ഇനി എല്ലാത്തിലും സായ് ഉണ്ട് അല്ലേ. ഇതാ പഴം. പഴത്തിന് എന്താ പറയുക? മൗസുൻ. ഇതിൽ സായ് ഉണ്ട്. അതേപോലെ തന്നെ പഴം മൗസുൻ എന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം ഏതാണ്? മായാണ് അല്ലേ. ഇതാണ് മ. മീമ് എന്നാണ് അക്ഷരത്തിന്റെ പേര്. ആ മീമിന്റെ മേലെ ഫത്ഹ് ഇട്ടപ്പോൾ മ എന്ന് വായിച്ചു, മൗസുൻ. ഇനി ഇത് പുസ്തകമാണ് അല്ലെ. പുസ്തകത്തിന് എന്താ പറയുക? കിതാബുൻ. വായിച്ചു നോക്കൂ, ഇത് എല്ലാം നമുക്കറിയുന്ന അക്ഷരമാണ്. കിതാബുൻ, ബുക്ക്. പിന്നെ ഇതോ, ഇത് ക്യാരറ്റ് ആണ് അല്ലെ. ക്യാരറ്റിന് എന്താ പറയുക? ജസറുൻ. ഇതിൽ ഒന്നാമത്തെ അക്ഷരം ജീമാണ് അല്ലെ. ജസറുൻ, ക്യാരറ്റ്. പിന്നെ ഇതെന്താണ്? ഇത് കലമുൻ, പേന. പേനക്ക് എന്താ പറയാ? കലമുൻ. അങ്ങനെ ഇതൊക്കെയാണ് വാക്കുകൾ. വാക്കുകൾ ഒന്നുകൂടെ നോക്കാം. ജിറാഫിന് എന്ത് പറയും? സറാഫത്ത്. പഴത്തിന്, ബനാനക്ക് മൗസുൻ. ബുക്കിന് കിതാബുൻ. ക്യാരറ്റിന് ജസറുൻ. പെന്ന് കലമുൻ. ഓക്കെ, ഇനി ഇവിടെ മീമാണ് നമ്മൾ എഴുതേണ്ടത്. ഈ അക്ഷരമാണ് മീം അല്ലെ. മീം എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഏരോ മാർക്ക് നോക്കുക, അതേപോലെ കുത്തിന്റെ മേലെ കൂടെ എഴുതുക, അടിയിലേക്ക് വാല് വരക്കുക അല്ലെ, എന്നാൽ മീമായി. ഇവിടെ ഈ മീമിന് നിറം കൊടുക്കണം. പിന്നെയോ, പിന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? മഞ്ഞ നിറം കൊടുക്കണം. ഇതാണ് അസ്ഫർ. ഇതെന്താ വായിക്കുക?
അസ്ഫർ. അസ്ഫർ എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറം. മഞ്ഞ നിറത്തിനാണ് അസ്ഫർ എന്ന് പറയുക. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ മഞ്ഞ നിറമാണ് നൽകേണ്ടത്. ഈ ഉടുപ്പിന് മഞ്ഞ കൊടുക്കുക, ഈ പൈനാപ്പിളിന് മഞ്ഞ, പൂവ്, പഴം എല്ലാത്തിനും മഞ്ഞ നിറം കൊടുക്കുക. പിന്നെയോ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ സായ് കാണുന്നുണ്ടല്ലേ, സായിന് കളർ കൊടുത്തിട്ടില്ല, അത് നിങ്ങൾ കളർ കൊടുക്കണം. ഓക്കെ, റുസുൻ എന്നാണ് ഇത് വായിക്കുക. റുസുൻ അരി അല്ലേ, അരി. സ്വാലിഹ് റുസു കൊടുത്തിരുന്നു ആദ്യം, പിന്നെ ആർക്ക്? കോഴിക്കുഞ്ഞിന്, സൂസിന് അല്ലേ. അപ്പോൾ സായിന് കളർ കൊടുക്കണം. ഇനിയോ ഇവിടെയുമുണ്ട് സായ്, ഇതിനും കളർ കൊടുക്കണം. ഇതെന്താണ്? സറാഫത്ത്. സറാഫത്ത് ആരാണ്? ജിറാഫ് അല്ലേ. അപ്പോൾ ഈ സായിനും കളർ കൊടുക്കണം. ഇതോ, ഇത് മൗസുൻ പഴം, ഈ സായിനും കളർ കൊടുക്കണം. ഓക്കെ, പിന്നെ ഇതോ, ഇതെന്താണ് വായിക്കുക? ജസറുൻ ക്യാരറ്റ്, ആ സായിനും കളർ കൊടുക്കണം. കളർ കൊടുത്താൽ മാത്രം പോരാ, ഇവിടെ യോജിപ്പിക്കണം. റുസുൻ എന്ന് പറഞ്ഞാൽ അരി അല്ലെങ്കിൽ ചോറ്. ഇവിടെ ഏതാണുള്ളത്? റുസിന്റെ നേരെ വരക്കാൻ നമുക്ക് ചോറ് ഇവിടെ വരച്ചിട്ടുണ്ട് അല്ലേ. ഏതാണ് ചോറ്? ഇതാണ് ചോറ്. അപ്പോൾ ഇതിന് നേരെയാണ് നമ്മൾ വരക്കേണ്ടത്. ഓക്കെ, റുസിൽ നിന്നും ഈ അരിയിലേക്ക്, ഈ ചോറിലേക്ക് ഒരു വര വരക്കുക. പിന്നെ രണ്ടാമത്തെ വാക്ക് സറാഫത്ത് ആണ് അല്ലേ. സറാഫത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ജിറാഫ്. അപ്പോൾ സറാഫത്തിൽ നിന്നും ജിറാഫിലേക്ക് വരക്കുക. പിന്നെയുള്ളത് മൗസ്. മൗസിൽ നിന്നും എവിടെ വരക്കണം? പഴത്തിലേക്ക് വരക്കണം അല്ലേ. മൗസ് പഴം. പിന്നെ ജസർ, ജസറിൽ നിന്നും ക്യാരറ്റിലേക്ക് വരക്കുക. ഓക്കെ, ഇനി ഇവിടെ എന്തുണ്ട്? നുലവിന് നിറം കൊടുക്കണം. മീമും എന്തിനാണ് നിറം കൊടുക്കേണ്ടത്? ഇവിടെ മീമിനും സായിനും നിറം കൊടുക്കണം അല്ലേ. മൗസുൻ എന്നാണ് എഴുതിയിരിക്കുന്നത്, അതില് മീമിനും സായിനും നിറം കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്, അത് നിങ്ങൾ കൊടുക്കുക. ഇനിയോ ഇവിടെ ഒരേപോലുള്ള അക്ഷരമുണ്ടെങ്കിൽ അവയ്ക്ക് നിറം കൊടുക്കണം. ഏതൊക്കെ അക്ഷരമാണുള്ളത് എന്ന് വായിച്ചു നോക്കൂ. ഒന്നാമത്തെ അക്ഷരം ദാല്, പിന്നെ മീമ്, പിന്നെ ഫാ, അടുത്തത് വീണ്ടും മീമ്, പിന്നെ റാ, പിന്നെ മീമ്. അപ്പോൾ ഒരേപോലുള്ള അക്ഷരം ഏതാണ്? മീമാണ് അല്ലേ. ദാല് ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ, ഫാവും അതേപോലെ തന്നെ റാവും, അതെല്ലാം ഒരു പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. എന്നാൽ മീമ് മൂന്ന് തവണ വന്നു അല്ലേ. അതുകൊണ്ട് മീമിനാണ് നിറം കൊടുക്കേണ്ടത്. ഈ 3 മീമിനും നിറം നൽകുക. ഇനിയോ ഇവിടെയും നിറം നൽകണം. ഇവിടെ എങ്ങനെയാ നിറം നൽകേണ്ടത്? താഴെ കുറെ വാക്കുകളുണ്ടല്ലേ, വട്ടത്തിൽ കാണുന്നില്ലേ, വട്ടത്തിൽ കുറെ വാക്കുകൾ എഴുതി വെച്ചത്, ആ വട്ടങ്ങൾക്കാണ് നിറം കൊടുക്കേണ്ടത്. ആ വട്ടങ്ങളിൽ മീമുള്ള വട്ടങ്ങൾക്ക് മഞ്ഞ നിറം കൊടുക്കുക, സായുള്ള വട്ടങ്ങൾക്ക് നീല നിറം കൊടുക്കുക. ഓക്കെ, വായിച്ചു നോക്കാം. ഇവിടെ സഹറുൻ എന്ന് എഴുതിയിട്ട് നീല നിറം കൊടുത്തിട്ടുണ്ട് അല്ലേ, കാരണം സഹറില് സായുണ്ട്. പിന്നെയോ ഇതെന്താണ് വായിക്കുക? സമക്കുൻ. ഇതിൽ സായുണ്ടോ? ഇല്ല. ഇതിലെന്താ ഉള്ളത്? മീമുണ്ട് അല്ലേ. മീമുള്ളത് കൊണ്ട് നമ്മൾ ഇതിന് മഞ്ഞ നിറം കൊടുക്കണം അല്ലേ, മീമുണ്ടെങ്കിൽ മഞ്ഞ നിറം. പിന്നെ അടുത്ത വാക്ക് റുസുൻ. റുസിൽ എന്താ ഉള്ളത്? സായാണുള്ളത് അല്ലേ. സായാണുള്ളതെങ്കിൽ ഏത് നിറമാണ്? നീല നിറം. പിന്നെ ഇവിടെ ലഹ്മയിൽ മീമുണ്ട്, അതുകൊണ്ട് മഞ്ഞ നിറം. മഞ്ഞ നിറത്തിന് എന്താ പറയാ? അസ്ഫർ അല്ലെ. അസ്ഫർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സറാഫത്തിലോ? സറാഫത്തിൽ മീമില്ല, സായുണ്ട് അല്ലെ, അപ്പോൾ നീല നിറം കൊടുക്കണം. പിന്നെ മദ്രസത്ത്, ഇത് മദ്രസ എന്നാണ് വായിക്കുക. ഇതിലൊരു മീം കാണുന്നില്ലേ, ആദ്യത്തെ അക്ഷരം മീമാണ് അല്ലേ, അതുകൊണ്ട് ഇതിന് എന്ത് നിറം കൊടുക്കണം? മഞ്ഞ നിറം കൊടുക്കണം. പിന്നെ ഇതെന്താണ് വായിക്കുക? സൗറഖ്. ഇതിന്റെ ആദ്യത്തെ അക്ഷരം നോക്കൂ, സായാണ് അല്ലേ, അതുകൊണ്ട് ഇതിന് ഏത് നിറം കൊടുക്കണം? ഈ വട്ടത്തിന് നീല നിറം കൊടുക്കുക. പിന്നെ ഇതെന്താ വായിക്കുക? ഉമ്മുൻ. ഇതിലേതാ അക്ഷരമുള്ളത്? മീമാണുള്ളത്, അതുകൊണ്ട് ഇതിന് മഞ്ഞ നൽകുക. പിന്നെ ഇത് ജസർ അല്ലേ, ജസറിൽ ഏതാ അക്ഷരമുള്ളത്? സായുണ്ട് അല്ലേ, അതുകൊണ്ട് ഇതിന് നീല നിറം നൽകണം. ഓക്കെ, ഇനി ഇവിടെ ജമലാണ് കാണുന്നത്. ജമൽ, ഒട്ടകം. ജമലിന്റെ ഏതക്ഷരമാണ് ജമലിലുള്ളത്? മീമാണോ സായാണോ? മീമ് കാണുന്നുണ്ട് അല്ലേ രണ്ടാമത്തെ അക്ഷരമായിട്ട്, അതുകൊണ്ട് ജമലിൻ എന്ന ആ വട്ടത്തിന് മഞ്ഞ നിറം കൊടുക്കുക. അങ്ങനെ മഞ്ഞ നിറം കൊടുത്താൽ അത് കഴിഞ്ഞു. അതോടെ രണ്ടാമത്തെ പാഠം കഴിഞ്ഞു.